T20 ലോകകപ്പിനും അതുപോലെ തന്നെ ന്യൂസിലാൻഡിനെതിരെ പരമ്പരക്കും ഒരുങ്ങുന്ന ഇന്ത്യൻ T20 ടീമിനെ സംബന്ധിച്ച് ഒരു ദുർബലമായിട്ടുള്ളൊരു കണ്ണി ടീമിലെ അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സൂര്യകുമാർ യാദവിൻ്റെ നിലവിലെ ഒരു പെർഫോമൻസിനെ കുറിച്ച് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും. സൂര്യകുമാർ യാദവ് നമ്മൾ നേരത്തെയൊക്കെ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു, ഞാൻ ഫോം ഔട്ടല്ല, എനിക്ക് റണ്ണ് കുറഞ്ഞ് ആണ് എന്നുള്ള രീതിയിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു. പക്ഷെ അത് താരം യഥാർത്ഥത്തിൽ പറഞ്ഞതാണ് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാൽ പോലും സൂര്യകുമാർ യാദവ് അടുത്തിടെ തൻ്റെ ഈ പറയുന്ന മോശം ഫോമിനെ കുറിച്ച് വളരെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അന്നത്തെ അന്ന് സൂര്യകുമാർ യാദവ് എപ്പോഴാണ് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്. ഈ ഒരു സാധാരണ ഒരു താരങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലത്തെ ഒരു ഘട്ടങ്ങൾ ഉണ്ടാവും. ഫോമിലല്ലാത്ത ഒരു തരത്തിലും ബാറ്റ് ചെയ്യുന്ന സമയത്ത് ടച്ച് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇത് അല്പം നീണ്ടുപോയി എന്ന് സൂര്യകുമാർ യാദവ് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ട്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് തന്നെ സൂര്യകുമാർ യാദവ് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സൂര്യകുമാർ യാദവിൻ്റെ നിലവിലെ ബാറ്റിങ്ങിലുള്ള പെർഫോമൻസ് ഒരു ദുർബലമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു കണ്ണിയായിട്ട് മാറുന്നില്ലേ? തീർച്ചയായും ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും അതിന് മുന്നത്തെ പരമ്പരയിലും നമ്മൾ ടീമിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ ഏറ്റവും രണ്ട് നെഗറ്റീവ് കാര്യങ്ങളായിരുന്നു സൂര്യകുമാർ യാദവും പിന്നെ ശുഭ്മാൻ ഗില്ലും. അല്ലെങ്കിൽ ഗില്ലിൻ്റെ കേസ് ഇപ്പോൾ നമുക്കറിയാം, പരമ്പരയിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല, ലോക സ്ക്വാഡ് ഉൾപ്പെട്ടിട്ടില്ല. സൂര്യകുമാർ യാദവ് ഉൾപ്പെട്ടിട്ടുണ്ട്. യാദവ് ഉൾപ്പെട്ട് പിന്നെ അതിനെക്കുറിച്ച് സ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ യാദവിന് പകരം വെക്കാൻ ഒരാളില്ല. T20 ഒരു പരമ്പരയിലും തോൽവി അറിയാത്തൊരു ക്യാപ്റ്റനായിട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്. പക്ഷേ നേരെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇത് നേരെ ഉൾട്ടടിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ബാറ്റിങ്ങിലേക്ക് ഇപ്പം ടീമിന് ഒന്നും സംഭാവന ചെയ്യുന്നില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഒരു താരം ടോപ്പ് ഓർഡറിലൊരു സ്പോട്ട് നഷ്ടപ്പെടുത്തുക എന്നുള്ള വിമർശനം കൂടി വരേണ്ടി വരും. ഇപ്പം താരം തന്നെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഘട്ടമാണ്. പക്ഷേ എൻ്റെ ഘട്ടം കുറച്ച് നീണ്ടുപോയി എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. അത് സംശയമില്ല. കാരണം ഗില്ലിനുൾപ്പെടെ ഈ പ്രശ്നം വരുമ്പോൾ എല്ലാവരും വിമർശിക്കുമ്പോൾ അത് യാദവിനറിയാം. അപ്പോൾ അടുത്ത ചോദ്യം വരുന്ന എൻ്റെ നേർക്കായിക്കൊന്നും യാദവിനറിയാം. എല്ലാം മനസ്സിലാവുന്ന ഒരു ഘട്ടം തന്നെയാണ് അത്. ഇന്ത്യക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി മാറിയത് രണ്ട് താരങ്ങൾ ഒരുപോലെ പിന്നെ ഫോമല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അതായത് റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് വരുമ്പം അത് ടോപ്പ് ഓർഡറിനെ മറ്റു താരങ്ങളെയും അഭിഷേകിനെ പോലുള്ള മറ്റു താരങ്ങളെയും ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുന്നില്ലായിരുന്നു നമുക്ക് അറിയേണ്ടത്. അതിൽ ഒരാളെ മാറി മറ്റൊരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ കൂടി സൂര്യകുമാർ യാദവ് കൂടെ ഒരു ലോകകപ്പ് പോലൊരു വേദിയിലേക്ക് പോകുമ്പോൾ 11 താരങ്ങൾ മികച്ച ഫോമിലുള്ള താരങ്ങൾ തന്നെ ആയിരിക്കണം, വലിയ യാതൊരു സംശയമില്ല. ഇത് നേരെ മറിച്ച് ഇപ്പം ക്യാപ്റ്റൻ അല്ലായിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവ് ടീമിന് പുറത്തായേനെ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കത് നിരവധി താരങ്ങൾ കളിക്കാൻ വേണ്ടി ഇപ്പം പിന്നെ സെലക്ട് ചെയ്യപ്പെടാത്ത പോയ പ്ലേയിങ് ലെവൻ്റെ 2-3 പ്ലേയിങ് ലെവലൊക്കെ ആരാധകർ പിന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം, നല്ല സ്ക്വാഡ് കളിക്കുന്നത് നല്ല നിരവധി താരങ്ങളുണ്ട്. 3-ാം നമ്പറിലും 4-ാം നമ്പറിലും കളിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട്. അവർ IPL തുടങ്ങിയ താരങ്ങൾ തന്നെയാണ്. ഇപ്പം IPL എന്ന് പറയുന്നത് IPL ആണ് ഇപ്പോൾ എല്ലാത്തിനും ഒരു IPL മാത്രമല്ല, ശ്രേയസ് അയ്യർ ഈ പറയുന്ന പോലെ ഏകദിന ടീമിലൊക്കെ തിരിച്ചെത്തിയിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ക്യാപ്റ്റന്റെ ഒരു ഇത് സൂര്യകുമാർ യാദവിനും അറിയാം, പരിക്കേറ്റു എന്നുള്ളത് മാത്രമാണ്. അതെ, തീർച്ചയായും പരിക്കിലാണ്. അല്ല, എന്നാലും നിരവധി താരങ്ങളുണ്ടല്ലോ, നമുക്കറിയുന്ന താരങ്ങളുണ്ട്. പക്ഷെ സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ അത് ബാധ്യതയാവാണ്ട് കിടക്കുക. അദ്ദേഹം കുറച്ചും കൂടി പിന്നെ എഫേർട്ട് ഇടേണ്ടി വരും നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു തിരിച്ചുവരവിന് അതെ, അപ്പം തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന് നമുക്കറിയാം. അതിന് ഈ പറഞ്ഞ അവസരം ഒരു നായകനുള്ളൊരു പരിഗണന കിട്ടുമ്പോൾ അവസരം ലഭിക്കുമ്പോൾ അയാൾ തിരിച്ചെത്തും. എനിക്കൊന്നും ന്യൂസിലൻഡ് പരമ്പര അതിനൊരു മാറ്റം നമ്മൾ കാണാൻ വേണ്ടി പറ്റും. പരമ്പരയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പരമ്പര അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് സൂചന ലഭിച്ചിട്ട് T20 ലോകകപ്പ് ആകുമ്പോഴേക്കും നായകൻ സൂര്യകുമാർ യാദവ് ആ ഒരു 360 എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇനിയിപ്പോൾ 360 കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, ഒരു 250 കിട്ടിയതിനുള്ള അവസ്ഥയേ ഉള്ളൂ. നമ്മൾ അന്ന് പറഞ്ഞാൽ തന്നെ ചൂയിങ്ങൻ ചവയ്ക്കുമ്പോൾ അതിൻ്റെ രുചി മാറുന്ന ക്രീസിലുണ്ടായി തന്നെ റൺ ഉയർത്താൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റും. ഒരു താരത്തെ നമുക്കറിയാം, സൂര്യകുമാർ യാദവ് എന്ന താരം എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് വന്നത് നമുക്കറിയാം. IPL തുടർച്ചയായ സീസണുകളിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ദേശീയ ടീമിലേക്ക് പരിഗണന ലഭിക്കാതെ പോയിട്ട് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സീസണൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു നായകനായിട്ട് മാറണമെങ്കിൽ അത് അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. ആ യാദവിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അവസാനം T20 ലോകകപ്പ് ആയിരിക്കും നമുക്ക് കരുതാം. പ്രായം കൊണ്ട് നല്ലൊരു ഫോം കൊണ്ടും പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് അത് കപ്പോട് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. കപ്പോട് അവസാനിപ്പിക്കാൻ പറ്റില്ല, യാതൊരു സംശയം കാണില്ല. നിലവിലെ സ്ക്വാഡ് വെച്ചാവും. പക്ഷേ അതിൽ നിർണായക പങ്കോടെ യാദവിനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സൂര്യകുമാർ യാദവിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോഴേ ലാസ്റ്റ് 22 ഇന്നിങ്സുകളിൽ 3-4 പൊസിഷനുകളിലൊക്കെ ആയിട്ട് ബാറ്റ് ചെയ്തിട്ട് ആവറേജ് ചെയ്തിട്ടുള്ളത് വെറും 12 എന്ന് പറയുന്നതാണ്. സ്ട്രൈക്ക് റേറ്റ് 120-ന് താഴെയാണ്, 117ആണ്. ഒരു ഹാഫ് സെഞ്ചുറി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. സമീപകാലത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെ നടന്ന പരമ്പരയിൽ 8.5 ആവറേജിലാണ്, 8.5 ആവറേജിലാണ് സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല പല മത്സരങ്ങളിലും സൂര്യകുമാർ യാദവിന് ഒരു വലിയ സ്കോറിലേക്കൊന്നും എത്താൻ ഒരു തരത്തിലും കഴിയുന്നില്ല എന്നുള്ളത് ഒരു
വലിയ തരത്തിലുള്ള ഒരു 10ൽ കൂടുതൽ പന്ത് നേരിടാൻ തന്നെ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഹോം പരമ്പര എടുത്തു നോക്കിയാലും ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ 47 റൺസ് നേടിയത് മാത്രമാണ് ഒരു എടുത്തു പറയാനുള്ള ഒരു അതെ. ഓസ്ട്രേലിയൻ ടൂറിലും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനു മുമ്പ് ഇപ്പോൾ 2024 T20 ലോകകപ്പിന് ശേഷമാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ് T20 ടീമിന്റെ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ് മാറുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് ഈ പറയുന്ന ബാറ്റിംഗ് റാങ്കുകളും പൊസിഷനുകളും ഒക്കെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു കാലം സൂര്യകുമാർ യാദവ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ക്രീസിൽ നിന്ന് ഏത് ദിശയിൽ ഏത് കോണിലേക്കും പന്ത് വായിക്കാൻ പറ്റുന്ന ഒരു താരമായിരുന്നു സൂര്യകുമാർ യാദവ്. പക്ഷേ അതിന്റെ നിഴൽ പോലും ആവാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷമകരമായ കാര്യമാണ്. പക്ഷേ തിരിച്ചു വരാൻ പറ്റുന്ന ഉറപ്പാണ്. കാരണം യാദവിന്റെ ഒരു എബിലിറ്റി നമുക്കറിയാം. അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അത് എന്തായാലും ശ്രമിക്കുന്നുണ്ടല്ലോ, നടക്കുന്നൊരു പ്രതീക്ഷ വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ ഒരു 10 പന്ത് അദ്ദേഹം ഒരു മത്സരം നേരിട്ട് കഴിഞ്ഞാൽ അടുത്ത മത്സരം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ആത്മവിശ്വാസം തിരിച്ചു കിട്ടും. ഇപ്പം ഈ പറഞ്ഞ പ്രശ്നം എന്തായാലും ഉണ്ടാവും. ഈ ഒരു തുറന്നു പറയുന്നൊരു താരത്തിന് ഇറങ്ങുമ്പോൾ വീണ്ടും ആ ടെൻഷൻ ഉണ്ടാവും. പോകുമോ ഞാൻ താരങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ പറയുകയാണ്. അത് മറികടക്കാൻ വേണ്ടി തന്നെ യാദവിന് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും 2022 വളരെ പീക്ക് പെർഫോമൻസിൽ നിന്നിരുന്നൊരു താരമാണ് സൂര്യകുമാർ യാദവ്. നമുക്കറിയാം ക്യാപ്റ്റനായിട്ട് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ പരമ്പരകളിലുടനീളം വിജയിക്കുക, ഒരു പരമ്പര പോലും നഷ്ടപ്പെടാതെ T20 ഒരു ഏറ്റവും ടോപ്പ് ടീമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ 2024 T20 ലോകകപ്പോട് കൂടി അതിനുശേഷം ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് എത്രത്തോളം ഹൈ ആയിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ മികച്ച രീതിയിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. ടീമിലെ താരങ്ങളുടെ ബോളിംഗ് ചേഞ്ചുകളാണെങ്കിലും മറ്റ് ഫീൽഡിംഗ് പൊസിഷനുകളാണെങ്കിലും മറ്റെല്ലാ അർത്ഥത്തിലും ഇന്ത്യക്കൊരു ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്ത്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സൂര്യകുമാർ യാദവ്. അതേസമയം ഈ പറയുന്ന പോലെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗില്ല് കൂടി ടീമിലേക്ക് എത്തി, ഗില്ലും കൂടി ഫോം ഔട്ട് ആയ സമയത്ത് സൂര്യകുമാർ യാദവ് കുറച്ചും കൂടി അധികം എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഗില്ല് ഫോം ഔട്ട് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും തമ്മിലുള്ള ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള മത്സരം എന്നൊന്നും പറയുന്നില്ല. തിലക് വളരെ വ്യക്തമായിട്ട് അന്നത്തെ വാർത്തകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ആ ഒരു അർത്ഥത്തിൽ വളരെ സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. തന്റെ പൊസിഷൻ ആണെങ്കിലും എന്താണെങ്കിലും അതെ, സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായിട്ട് സൂര്യകുമാർ യാദവ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു പൊസിഷൻ 3-ാം നമ്പറാണ്. ആ 3-ാം നമ്പറിലേക്ക് തിലക് വന്ന് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു പുതിയ താരമാണ്, ഒരു 22 വയസ്സായിട്ടുള്ള ഒരു താരമാണ്. അവൻ വന്ന അവിടെ തിളങ്ങി കഴിഞ്ഞാൽ തന്റെ സ്ഥാനം പുറത്തേക്കാണ് എന്ന് സൂര്യകുമാർ യാദവ് ചിന്തിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് തിലകിന് അവസരം കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏതോ ഒരു മത്സരത്തിൽ 8ാമത്തെ പൊസിഷനിലായിട്ട് പോലും സൂര്യകുമാർ അത് ബാറ്റ് ചെയ്യാൻ വരാത്ത സാഹചര്യം ഉണ്ടായി. കാരണം അത് അത്ര അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രധാനമായിട്ടുള്ള ഒരു മത്സരം കൂടി ആയതുകൊണ്ട് ആ രീതിയിലേക്ക് ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മത്സരം കൂടി ആയതുകൊണ്ടാണ് ഏഷ്യ കപ്പിലാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെ സ്വന്തം പൊസിഷൻ സത്യത്തില് തിലകിന് എന്നാണോ സൂര്യകുമാർ യാദവ് കൊടുത്തത് അന്ന് മുതൽ സൂര്യകുമാർ യാദവിന്റെ ഫോം ഔട്ടും അല്ലെങ്കിൽ ഫോം ഔട്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മോശം സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിലക് എന്ന് പറയുന്ന ഒരു താരത്തിന്റെ ഒരു വലിയ ഒരു വളർച്ച അല്ലെങ്കിൽ യാദവിന്റെ തകർച്ചക്കൊപ്പം തിലകിന്റെ വളർച്ച കാണാൻ വേണ്ടി അതെ അതെ അത് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ 3-ാം നമ്പറിൽ ഇപ്പൊ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തിലകിന് അവസരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തിലക് പല മത്സരങ്ങളിൽ തിളങ്ങുന്നും ഉണ്ട്. തിലകിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ഹിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആങ്കർ ചെയ്ത് കളിക്കേണ്ട സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു താരമായിട്ട് തിലക് മാറിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് നമുക്കറിയാം ഒരു ബാറ്റ് ചെയ്യാൻ ക്രീസിലെത്തിയിട്ട് ആദ്യ പന്ത് മുതലാണെങ്കിലും 2ാം പന്ത് മുതലാണെങ്കിലും ഏത് പന്തും എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഇനി ബാറ്റിംഗ് ആക്സലറേറ്റ് ചെയ്യാനും ഒരു വലിയ രീതിയിലേക്ക് ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു താരമാണ്. പക്ഷെ ഇപ്പോൾ ബൗണ്ടറികളൊക്കെ നേടുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഡോട്ട് ബോളുകൾ കളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്തരം ഡോട്ട് ബോളുകൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ഷോട്ടിന് ശ്രമിക്കുകയും സൂര്യകുമാർ യാദവ് പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു T20 ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ സംബന്ധിച്ച് 22 മത്സരങ്ങൾ തുടർച്ചയായിട്ട് 50 ഇല്ല, അതുപോലെ തന്നെ 12-15 ഒക്കെ ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക്
അത്ര മോശം അവസ്ഥയിലൂടെയാണ്. ഒരു പക്ഷേ ശുഭ്മാൻ ഗില്ലിനേക്കാളും മോശം എന്ന് പറയേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. പക്ഷെ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു കരുത്ത് ക്യാപ്റ്റൻസിയിലാണ് സൂര്യകുമാർ യാദവ് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഈ ലോകകപ്പിൽ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ ഇന്ത്യ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ തിരിച്ചുവരവ് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലോകകപ്പിലാണെങ്കിലും ഈ പരമ്പരയിലാണെങ്കിലും ഇന്ത്യയുടെ ഒരു വീക്കായിട്ടുള്ള ഒരു കണ്ണി, ക്യാപ്റ്റൻ തന്നെയാണ് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു കണ്ണി എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും സൂര്യകുമാർ യാദവ് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.